ആദിക്കും അനാദിക്കും അപ്പുറത്ത് ഒരാദിയുണ്ടെങ്കിൽ, അനന്തത്തിനും അജ്ഞാതത്തിനും അപ്പുറത്ത് ജ്ഞാതമായ ഒരു അനന്താനന്തര അനന്തമുണ്ടെങ്കിൽ അതെവിടെയാണ്? ആരും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ എവിടെയോ ഒരാരംഭമുണ്ടെങ്കിൽ ആ ആരംഭത്തിനും മുമ്പെയുള്ള ബിന്ദുവിൽ നിന്ന് എവിടെയോ ചെന്നെത്തുവാനുള്ള ഒരന്ത്യമുണ്ടെങ്കിൽ ആ അന്ത്യവും താണ്ടിയുള്ള മറ്റൊരു ബിന്ദുവിലേക്ക് വരച്ച ഒരു വര പോലെ, ഒരു രേഖ പോലെ പ്രവഹിക്കുന്നു കാലം എന്ന മൂർത്തി. കാലത്തെ മൂർത്തിയാക്കാം, കാലത്തെ സത്യമാക്കാം, കാലത്തെ പരിവൃത്തമാക്കാം, പശ്ചാത്തലമാക്കാം. എല്ലാം ഏറ്റുവാങ്ങുന്നത് കാലമാണ്, എല്ലാം ലിഖിതപ്പെടുത്തുന്നത് കാലമാണ്, എല്ലാറ്റിനും സാക്ഷി കാലമാണ്. ആ കാലം വാതിൽ തുറക്കുമ്പോഴാണ് പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള അതീന്ദ്രിയ സ്ഥലികളിൽ നിന്ന് നാം പ്രപഞ്ചത്തിൻ്റെ പൊരുളുകൾ തേടിയെടുക്കുന്നത്. അങ്ങനെ കാലത്തിൽ ലിഖിതമായ അക്ഷരമുദ്രകളെ ആത്മസമർപ്പണം കൊണ്ട് തുറന്നെടുത്ത് അവിടെ കണ്ടെത്തുന്ന ജീവൽ സ്വരൂപത്തെ വാഴ്ത്തുമ്പോഴാണ് ഹൃദയ അർച്ചനയിൽ നിന്ന് പ്രാർത്ഥനാ ഗീതങ്ങൾ ഉയിരെടുക്കുന്നത്. അവ കവിതകളാകുന്നു, കവിതകൾ ഗാനങ്ങളാകുന്നു, അവ അർച്ചനകളാകുന്നു, ജപമാത്രകളാകുന്നു. ചൗദ്വിംഗ് ചാന്ദ് എന്ന ഒരൊറ്റ ഗാനം മതി ഇന്ത്യൻ സംഗീത നഭസിൽ രവി എന്ന സംഗീതകാരനുള്ള താരതമ്യങ്ങളില്ലാത്ത സ്ഥാനവും അതിൻ്റെ പെരുമയും വിളംബരം ചെയ്യുവാൻ. അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കിയപ്പോൾ നമുക്കിവിടെ കുളത്തൂപ്പുഴ രവീന്ദ്രനായി വളർന്ന് ഇവിടെ പ്രസരിച്ചു നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കുവാൻ വേണ്ടി രവി എന്ന തൻ്റെ ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ പേരിനോടൊപ്പം ബോംബെ എന്ന പേര് കൂടി അദ്ദേഹം ചേർത്തു. ബോംബെ രവിയുടെ സംഗീതമെന്ന് പറയുന്നത് മലയാളി പ്രതീക്ഷയോടെ, ഒരുപക്ഷെ സലിൽ ചൗധരിക്ക് ശേഷം മറ്റൊരു ഭാഷാ സംഗീതകാരനെ ഇത്രയേറെ ആഴത്തിൽ മലയാളി ശ്രോതൃ സദസ്സ് സമൂഹം ഹൃദയത്തിലേറ്റിയിട്ടുള്ളത് ബോംബെ രവിയാകാം. ബോംബെ രവിയോടൊപ്പം ചേർന്നപ്പോഴൊക്കെ യൂസഫ് അലി കേച്ചേരി നമുക്കൊരുപാട് ശ്രവണ സുഭഗങ്ങളായ ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിന് വേണ്ടി ബോംബെ രവി ഈണം പകർന്ന യൂസഫ് അലി കേച്ചേരിയുടെ ഒരു പ്രസിദ്ധമായ രചനയാണ് ഈ ഗാനം. വാതിൽ തുറക്കൂ കാലമേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന ഈ ഗാനം ഈശ്വര സാന്നിധ്യത്തിൻ്റെ ചൈതന്യ ദീപ്തങ്ങളെ എവിടെ നിന്നാണ് ആത്മാവിലേക്ക് ആവാഹിക്കേണ്ടത് എന്ന ഒരു സമർപ്പിത മനസ്സിൻ്റെ അന്വേഷണത്തെയാണ് നമ്മുടെ മുമ്പിൽ ബൈബ്ലിക്കൽ ബിംബങ്ങളിലൂടെ കാഴ്ചവെക്കുന്നത്. യൂസഫ് അലി കേച്ചേരി ഹൈന്ദവ ദർശനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എഴുതുമ്പോഴും മുഹമ്മദീയ ദർശനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എഴുതുമ്പോഴും ക്രൈസ്തവ ദർശനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എഴുതുമ്പോഴും തികച്ചും ഭാരതീയമായ സംസ്കൃതിയുടെ വിളഭൂമികളിൽ നിന്ന് പദാവലികളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ അതാത് സംസ്കൃതിക്കിണങ്ങുന്ന വിശ്വാസധാരയോട് ഇഴുകിച്ചേർന്നുകൊണ്ട് തൻ്റെ കാവ്യകർമ്മം നിവർത്തിക്കുന്നതിൽ വളരെ വളരെ വിജയം നേടിയിട്ടുള്ള എഴുത്തുകാരനാണ്. കേൾക്കൂ അവരുടെ ആ മനോഹര ഗാനം. ചിത്രത്തിന് വേണ്ടി ആ ഗാനം പാടിയത് യേശുദാസും KS ചിത്രയുമാണ്. ഇവിടെ നമുക്ക് വേണ്ടി സെലിൻ ആ ഗാനം ആലപിക്കുന്നു.
പണ്ട് നാം ശീലിച്ച ഗാനസന്ദർഭങ്ങൾ പോകെ പോകെ സിനിമ അതിൻ്റെ പരിണാമദശയിൽ പുതിയ കൂട്ടുകളെ തേടി പോകുമ്പോൾ നമുക്ക് കൈമോശം വന്നു തുടങ്ങിയിരുന്നു. പ്രാർത്ഥനാ ഗാനരംഗങ്ങളുള്ള സിനിമകൾ പോലും നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ എത്തിപ്പെടലിൽ ഇല്ലാതെ വന്ന ഒരു കാലഘട്ടത്തിൽ വളരെ കൗതുകം തോന്നി. മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത് പ്രസ്താവ്യമായ വിജയം വരിച്ച ചാർലി എന്ന സിനിമയിൽ അത്തരമൊരു ഗാനം ഇടചേർന്ന് കണ്ടപ്പോൾ പുതിയ തലമുറയിലെ ഗാനരചയിതാക്കളിൽ കവിത്വത്തിൻ്റെ സിദ്ധി ഏറ്റവും കൂടുതൽ വരം പോലെ ലഭിച്ചിട്ടുള്ള റഫീഖ് അഹമ്മദാണ് ഈ ഗാനത്തിന് അക്ഷര വൈഭവം പകർന്നിട്ടുള്ളത്. ആ വരികൾക്ക് സംഗീതം പകർന്നത് ഗോപി സുന്ദറാണ്. രാജലക്ഷ്മിയാണ് ഈ ചിത്രത്തിന് വേണ്ടി ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് വേണ്ടി അത് ആലപിക്കുന്നത് മെറിനാണ്. ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ലളിതമായ പദാവലികളിലൂടെ ബൈബിളിൻ്റെ ശീലുകളോട് ഇടചേർന്നുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രചന നിവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവികമായ ഒരു അർപ്പണത്തിൻ്റെ ഭാവങ്ങളെ വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെ നിവർത്തിക്കപ്പെടുന്ന ഗാനം ബഹളാമയമായ വർത്തമാനകാല സംഗീതത്തിൻ്റെ ധാരയിൽ നിന്ന് ബോധപൂർവം തന്നെ വിട്ടുനിന്നുകൊണ്ട് മനസ്സിൻ്റെ സ്ഥൈര്യത്തിൻ്റെയും സ്ഥായിയുടെയും പരമമായ ശാന്തിയുടെ മന്ദതാളത്തെയാണ് ആശ്ലേഷിക്കുന്നതായി കാണുവാൻ കഴിയുന്നത്. ഗാനം കേൾക്കൂ.
മനുഷ്യൻ ഈശ്വരനെ തേടുകയാണ്. ഒരുപാടിടങ്ങളിലെല്ലാം തേടുകയാണ്. പക്ഷെ തേടിച്ചെന്ന് ഒരിടത്തും അവൻ ഈശ്വരനെ കാണുന്നില്ല. സർവ്വവ്യാപിയായ ഈശ്വരനെ താൻ തേടിയിട്ട് എന്തേ കാണാഞ്ഞു എന്ന് അവൻ്റെ മനസ്സ് വ്യത പൂണ്ട് നിൽക്കുമ്പോൾ കാലത്തിൻ്റെ താളിൽ നിന്ന് അവനിലേക്ക് ചൊരിയപ്പെടുന്ന തിരിച്ചറിവിൻ്റെ അനുഗ്രഹ സ്പർശം കൊണ്ട് അവൻ തിരിച്ചറിയുന്നു എവിടെയുമുള്ള ഈശ്വരൻ. പക്ഷേ ദൃഷ്ടിക്ക് ഗോചരമാകണമെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ആ അകക്കണ്ണുകളെ തിരിച്ച് ഞാൻ എന്നെ തന്നെ കാണണം. ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് എന്നിലാണ്. ആ എന്നിലുള്ള ഈശ്വരനെ ഞാൻ കാണേണ്ടത് സ്നേഹത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ്. ഈശ്വരൻ എന്ന സങ്കല്പത്തിൻ്റെ ആൾരൂപം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തെ എന്നിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ, എനിക്ക് ചുറ്റുമുള്ള മറ്റ് മനുഷ്യരിൽ, മറ്റ് ജീവജാലങ്ങളിൽ എനിക്ക് ഈശ്വര ചൈതന്യം കണ്ടെത്തുവാൻ കഴിയൂ. അങ്ങനെ മാത്രമേ ഈശ്വരനുമായി എനിക്കൊരു സാധ്യമാകൂ എന്ന് അതിലളിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആബേലച്ചൻ പാടുന്നു. ഇവിടെ നമുക്ക് വേണ്ടി ആ പാട്ട് ഏറ്റുപാടുന്നത് മെറിൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനനം? വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി, കാനനച്ചോല കുണുങ്ങിയോടി. കാണില്ല കാണില്ലെന്നോതിയോതി, കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ.
സ്നേഹമാണീശ്വരന്റെ രൂപം സ്നേഹമാണീശ്വരന്റെ രൂപം സ്നേഹമാണീശ്വരന്റെ രൂപം. സംഗീതത്തിന് നിരവധി ധാരകളുണ്ട്. ഏറ്റവും പുതിയ കാലഘട്ടത്തിലേക്ക് കുതിക്കുന്ന റാപ്പ് മ്യൂസിക്കുണ്ട്. അതുപോലെ തന്നെ ഈ ചടുല താളങ്ങളുടെ ആവേഗ തുടി കൊണ്ട് നമ്മളെ വിഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള സംഗീത യാനങ്ങളുണ്ട്. ആംഗ്ലിക്കൻ മ്യൂസിക്കുണ്ട്, ഗ്രിഗോറിയൻ മ്യൂസിക്കുണ്ട്, സിറിയൻ മ്യൂസിക്കുണ്ട്, അറേബ്യൻ മ്യൂസിക്കുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കടന്നാൽ രവീന്ദ്ര സംഗീതമുണ്ട്. വംഗ സംസ്കൃതിയുടെ ഏറ്റവും വലിയ പെരുമയും വഹിച്ചു കൊണ്ടൊഴുകുന്ന രവീന്ദ്ര സംഗീതത്തിൻ്റെ പാലരുവിയുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, കർണാട്ടിക് സംഗീതമുണ്ട്. ഏത് ധാരയുടെ സംസ്കൃതിയോടും ഇടചേർന്നുകൊണ്ട് സംഗീതം ഇവിടെ നിലനിൽക്കുന്നു. പക്ഷെ എല്ലാ ധാരകളും ഒരു ബിന്ദുവിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയുള്ള പ്രവാഹമാണ്. അത് ആരംഭിക്കുന്നതും മറ്റൊരു ബിന്ദുവിൽ നിന്നാണ്. ഈ ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്കുള്ള ഈ പ്രയാണത്തെയാണ് മുമ്പ് ശ്രീകുമാരൻ തമ്പി അത് ജീവിതം എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചത്. പക്ഷേ ഇവിടെ ഈ ബിന്ദുവിൽ നിന്ന് ഈ ബിന്ദുവിലേക്കുള്ള പ്രയാണത്തെ ഒരു പ്രാർത്ഥനാ ഗാനമായി നിവർത്തിക്കുമ്പോഴാണ് സംഗീതത്തിൻ്റെ ആ ആലാപനത്തിന്, ആ പ്രകാശനത്തിന് ഭാഷയുടെ, സന്ദർഭങ്ങളുടെ, രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വിവിധ ധാരകളുടെ പരിമിതികൾ ഇല്ലാതെയാകുന്നതും സംഗീതം അർച്ചനയുടെ, അർപ്പണത്തിൻ്റെ, സ്നേഹ സാന്നിധ്യ സായുജ്യം തേടിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഷയായി ഭവിക്കുന്നതും. കാവ്യാമൃതം ആ ഭാഷയുടെ ആലാപനമാണ് ഇവിടെ നിവർത്തിക്കുന്നത്. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ തെളിക്കും